ആഴ്ചയിൽ 3 പ്രാവശ്യം തലവേദനിച്ചാ എനിക്ക് സിസ്റ്റം കാണാൻ പറ്റില്ല, AC ഇരിക്കാൻ പറ്റില്ല, വെളിച്ചം കാണാൻ പറ്റില്ല, പുക, സ്മെല്ല്, ഇതൊന്നും ഇഷ്ടമല്ല. ഇരുട്ടിൽ പോയി എല്ലാം അടച്ചിരിക്കണമെന്നാ തോന്നുന്നു. ഫസ്റ്റ് ഒക്കെ എങ്ങനെയല്ല, ഭയങ്കര ടെൻഷൻ ആവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. ആ തലവേദനയുടെ ഇന്റൻസിറ്റി കാരണം. പിന്നെ ഡോക്ടർ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നാലാണ് ഈ തലവേദന വരുന്നത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നല്ല കുറഞ്ഞുണ്ട്. അതായത് ആ കുത്തുന്ന പോലെ തലവേദന അങ്ങനെ കുറഞ്ഞ് ലൈറ്റ് ഇപ്പോ വെറും ഹീറ്റ് മാത്രമേ എനിക്ക് ഫീൽ ആവൂ. നമസ്കാരം, എന്റെ പേര് ഡോക്ടർ ഹാമിദ്. പ്രദീപ് സർ എന്റെ ഒരു പേഷ്യന്റ് ആണ്. പുള്ളിക്ക് വർഷങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ ആണ്. എത്ര വർഷം എന്നാണ് പറഞ്ഞത്? എനിക്ക് ഒരുപാട് വർഷം ഉണ്ട്, പക്ഷെ 24 വർഷം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് എക്സാക്ട് ആയിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ റീസെന്റ് ഒരു 6-7 years ആയിട്ട് ഭയങ്കര അതിന്റെ ഇന്റൻസിറ്റി കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. ഉണ്ടായിരുന്നു, ഇതുപോലെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു തലവേദന. വന്നു കഴിഞ്ഞാൽ രാവിലെ പുലർച്ചയ്ക്ക് തുടങ്ങും, ഒരു 6 മണി ആ സമയത്ത് ഇങ്ങനെ തുടങ്ങും. ഇതെന്തുകൊണ്ട് ഇത് ഞാൻ പുള്ളിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മള് ഓൺലൈന് ഒരു വർഷമായിട്ട് ഓൺലൈനായിട്ട്. അതെ, ഞാൻ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കി ഡോക്ടർ. ഞാന് ആയുർവേദം ചെയ്തു, അക്യുപഞ്ചർ ചെയ്ത് നോക്കി, ഇത് തലയില് മരുന്ന് വെച്ചിട്ട് അതും ചെയ്ത് നോക്കിണ്ട്. 2 പ്രാവശ്യം ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും സെറ്റ് ആയിട്ടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നാലാണ് ഈ തലവേദന വരുന്നത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഈ ആസിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നാലാണ് വരുന്നത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എനിക്ക് ഐസൈറ്റിന്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നെർവ്സിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം നോർമലാണ്, ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഒന്നും പിടികിട്ടില്ല. പിന്നെ ആയുർവേദം എടുത്ത് നോക്കി, പിത്തം കാരണം കൊണ്ടായിരിക്കും വിചാരിച്ചു. പിത്തം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ തലവേദന കുറയില്ല, ഇന്റൻസിറ്റി കുറയുന്നില്ല. പിന്നെ എന്തായിരിക്കും. പിന്നെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ചില ഫുഡ്സ് കഴിച്ച് നോക്കിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഈ ഫുഡ് കഴിച്ചാൽ എന്താവും, ഈ ഫുഡ് കഴിച്ചാൽ എന്താവും. ചില ഫുഡ്സ് കഴിക്കുമ്പോൾ എനിക്ക് ആ തലവേദന ട്രിഗർ ആവുന്നുണ്ട്. അത് എനിക്ക് അറിയാതെ ഇപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. അത് ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിഗർ ആവുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഇപ്പോ ഡോക്ടർ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം അതെല്ലാം അവോയ്ഡ് ചെയ്തു. അതെല്ലാം ഒരു അതിശയം എന്ന് പറയുന്നത് പുള്ളിക്ക് സിവിയർ ഹൈപ്പോഅസിഡിറ്റി ആണ്, ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. നമ്മൾ ആ ടെസ്റ്റ് ചെയ്തപ്പോ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ? ഫസ്റ്റ് ആക്ച്വലി എനിക്ക് 45 minutes ആയി. എനിക്ക് ഡൈജഷന്റെ പ്രോബ്ലം വന്നിട്ട് 45 minutes ആയിരുന്നു. ഇപ്പൊ 3 minutes ആക്കി. ഡോക്ടർ പറഞ്ഞ ഡയറ്റ് കേട്ട് ഫോളോ ചെയ്തപ്പോ ഓരോ മാസം വിളിക്കുമ്പോഴും പിന്നെ ഒരു 20 മിനിറ്റ്, 16 മിനിറ്റ്, 10 മിനിറ്റ് ഓരോ മാസം 7 months ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു ഡയറ്റ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആയാലും അത് ഞാൻ കഴിക്കില്ല, അങ്ങനെ ഫോളോ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ചോറ് കഴിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് ഇതാവില്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മൈസൂർ പാക്ക് എന്തോ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര കൊതിച്ചിട്ട് ഞാൻ കുറച്ചൊരു ചെറിയ ഒരു കഷ്ണം കഴിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം തലവേദന. അപ്പൊ അത് അറിയുന്നുണ്ട് നമുക്ക് ഏതാ ഫുഡ് കഴിച്ചാൽ ഒരു കോമ്പിനേഷൻ ആണ് പുള്ളിക്കുള്ളത്. സ്ട്രെസ്സിന്റെ കോർട്ടിസോൾ ഹൈ ആയിട്ടുള്ള ഒരു തലവേദനയുണ്ട്, പിന്നെ അസിഡിറ്റിയുടെ, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് കുറച്ച് അധികം ടൈം എടുക്കുന്നത്. വെറും ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറും. ഡോക്ടർ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ വന്നിട്ട് ക്ലിയർ ആയി, ഓൾമോസ്റ്റ് 90% ക്ലിയർ ആയി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കോർട്ടിസോൾ അതിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വർക്ക് പ്രഷർ ലോഡ് കൂടുതലാണ്. അതൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം വർക്കാണ്. അതിന്റെ ഒരു കുഴപ്പമാണ്. അത് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വർക്ക് കുറച്ചാല് ഈ തലവേദന എപ്പോഴും മാറിയിട്ടുണ്ടാവും. എനിക്ക് ഇത്രയും ദിവസം ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെനിക്ക് വർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യാനും ഞാൻ മാക്സിമം ഡോക്ടർ ഇപ്പോൾ ചില ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്താൽ ഇനിയും കുറയുമായിരിക്കും. ചിലപ്പോ അത് ഓവർ തിങ്കിങ് ആണ്. ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. തിങ്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഈ സ്ട്രെസ് ആകുമ്പോൾ തിങ്ക് ചെയ്യുമ്പോ ഒക്കെ ഈ തലവേദന ട്രിഗർ ആവുന്നുണ്ട്. സോ അത് എങ്ങനെയെങ്കിലും കുറച്ച് കൺട്രോൾ ചെയ്ത് ഇനിയും കൂടി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എനിക്ക് തലവേദന ഉണ്ടായിരുന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഫസ്റ്റ് ഒക്കെ എങ്ങനെയായാലും ആഴ്ചയിൽ 3 പ്രാവശ്യം തലവേദനിച്ചാ എനിക്ക് സിസ്റ്റം കാണാൻ പറ്റില്ല, AC ഇരിക്കാൻ പറ്റില്ല, വെളിച്ചം കാണാൻ പറ്റില്ല, പുക, സ്മെല്ല്, ഇതൊന്നും ഇഷ്ടമല്ല. ഇരുട്ടിൽ പോയി എല്ലാം അടച്ചിരിക്കണമെന്നാ തോന്നുന്നു. കടന്നുറങ്ങിയാലും തലവേദന പോവില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല.
തലവേദന ഉണ്ടായിരുന്നാലും ഐ ക്യാൻ ഫ്രീലി വർക്ക്. എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, ടെൻഷൻ ആവുന്നില്ല. ഫസ്റ്റ് ഒക്കെ എങ്ങനെയല്ല, ഭയങ്കര ടെൻഷൻ ആവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും, ആ തലവേദനയുടെ ഇന്റൻസിറ്റി കാരണം. പക്ഷെ നല്ല കുറഞ്ഞുണ്ട്. അതായത് ആ കുത്തുന്ന പോലെ തലവേദന അങ്ങനെ അങ്ങനെ കുറഞ്ഞ് ലൈറ്റ് ഇപ്പൊ വെറും ഹീറ്റ് മാത്രമേ എനിക്ക് ഫീൽ ആവൂ. സന്തോഷമാണ് എനിക്ക് ഇത് കേട്ടത്, ഭയങ്കര സന്തോഷം. ഇത് ഈ പുള്ളി കുറെ നേരം എന്നോട് പറഞ്ഞു. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ പേഷ്യൻസും പറയുന്ന കാര്യങ്ങളാണ്. പലതും ചെയ്യാറുണ്ട്. ഇപ്പോ വയറ്റിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ മാറ്റിയാലാണ്. ഇവിടെ നമ്മൾ പച്ചമരുന്ന് കണ്ണിൽ കെട്ടിയത് കൊണ്ട് ചിലപ്പോൾ ഒരു കൂളിംഗ് എഫക്ട് ഉണ്ടാവും, പക്ഷെ ആ ഒരു മൂലകാരണം മാറുന്നില്ല അല്ലെ. അപ്പൊ അതിനെ തന്നെ ടാർഗറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കുറെ പേർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. എന്തായാലും വളരെ സന്തോഷം പറഞ്ഞു ഷെയർ ചെയ്തതിനൊക്കെ. താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങൾ എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ട്. ഞാൻ ആക്ച്വലി ഈറോഡാണ്. ഞാൻ അവിടെ നിന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നതാണ്, നേരിട്ട് വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതുപോലെ ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റ് ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഹോമിയോപതി നോക്കിയിട്ടുണ്ട്, ആയുർവേദം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അക്യുപഞ്ചർ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മെഡിസിൻ കുറെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതും എനിക്ക് റെക്ടിഫൈ ആയിട്ടില്ല. ഒരു 90% എനിക്ക് പോയതന്നെ മതിയായി, എനിക്ക് ഇതന്നെ മതിയായിരുന്നുണ്ട്. പക്ഷെ ഇനി കുറച്ചും കൂടി ഇതാവണം, എനിക്ക് ആ തലവേദന ഇനിയും കൂടി കുറച്ച് കുറഞ്ഞാൽ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറിനെ നേരിട്ട് കണ്ട് താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്.